ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നമ്മളുടെ 2024 വർഷം എങ്ങനെയായിരിക്കും എന്നാണ് കേട്ടോ. 2024 പുതുവർഷത്തിന്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെയുണ്ട് നമ്മളുടെ പുതുവർഷം 2024, നമ്മുടെ പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലെ. അപ്പോ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെയാണ് എല്ലാവർക്കും കാത്തിരിക്കുന്നത് അല്ലെ. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ 2024 എന്ന വർഷം ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് അല്ലെ. നമ്മുടെ 2024 പിറക്കാൻ പോവുകയാണ്, പുതുവർഷം പിറക്കാൻ പോവുകയാണ്. ഞാൻ അതിനു മുൻപ് തന്നെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് അല്ലെ 2024. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പ്രോബ്ലംസിലൂടെ പോയവർക്ക് 2024 വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എല്ലാവർക്കും, എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു പുതുവർഷം നേരുന്നു. ഈ 2024 വർഷത്തിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ. ഒരുപാട് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, ഈ ഒരു 2024 ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ 2024 എനിക്കും ഒരുപാട് സന്തോഷവും ഐശ്വര്യം നിറഞ്ഞതാകട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് ഞാൻ ദൈവത്തോട്, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും 2024 വളരെ പോസിറ്റീവായിട്ട്, വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുക കേട്ടോ. പുതുവർഷത്തെ നമുക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം അല്ലെ. അപ്പൊ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, ആ ഓൾ ഒന്ന് ടച്ച് ചെയ്തേക്കണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ് കേട്ടോ. ഇത് 2024 വീഡിയോ ആണ്. 2024 എങ്ങനെയുണ്ടെന്നാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇത് കാണാം. ടൈംലെസ് ആണ്. 2024 വർഷം മുഴുവൻ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പൊ തൊട്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും കേട്ടോ. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇത് നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ റെസനേറ്റ് ആവും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ മാത്രമായിട്ടുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പയൽ വെച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണേ. നമ്മുടെ 2024 റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സമയക്കുറവ് കൊണ്ട് ഞാൻ ഓരോ റീഡിങ്ങും ചെറിയ ചെറിയ റീഡിങ്ങുകളാണ് എടുത്തത്. എന്തായാലും 2024 നമുക്ക് നല്ലൊരു റീഡിംഗ് എടുക്കാം അല്ലെ. അപ്പൊ എന്തൊക്കെ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോ 2 പയൽ വെച്ചിട്ടുണ്ട്. ഒന്ന് 4 of Wands ആണ്, ഒന്ന് 2 cup. ഇനി 2 പയൽ വെച്ചിട്ടുള്ള റീഡിംഗ്. പയൽ റീഡിംഗ് എടുത്തിട്ട് ഒരുപാട് നാളായി. ഇത് 4 of Wands ഒന്നാമത്തെ പയല്, രണ്ടാമത്തെ പയല് 2 cup കേട്ടോ. ഇത് രണ്ടുമാണ് എൻ്റെ പയല് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒന്നും ചെറിയൊരു മെഡിറ്റേഷനൊക്കെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ട്. 2024 കുറിച്ചുള്ള റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നത്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് റീഡിങ്ങിന് ഇരുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇതിൽ ഇഷ്ടമുള്ളൊരു പയൽ സെലക്ട് ചെയ്യണം. ഒന്നാമത്തെ പയല് താല്പര്യമുള്ളവർ 4 of Wands സെലക്ട് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ പയല് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ പയല് താല്പര്യമുള്ളവർ രണ്ടാമത്തെ പയല് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഒന്നാമത്തെ പയല് റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പയലോട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോ ഏതാണ് റെസനേറ്റ് ആവുന്നത് വെച്ചാൽ നിങ്ങൾ അത് എടുക്കുക. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക, മുഴുവനും കാണുക കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പയല് 4 of Wands ആണ്. അപ്പൊ നമുക്ക് കാർഡ് എടുക്കുന്നേ. 2024 നിങ്ങൾക്ക് എങ്ങനെ എന്തൊക്കെ സന്തോഷങ്ങളും അത്ഭുതങ്ങളും
ബ്ലെസ്സിങ്സും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരുപാട് സന്തോഷങ്ങൾ പലരുടെയും ലൈഫിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അത്ഭുതങ്ങൾ വരാൻ തയ്യാറെടുക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അത്ഭുതങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം വരികയാണ്. എല്ലാം കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അപ്പൊ 2 കാർഡ് ചാടി വീണിട്ടുണ്ട്. ഒരു 7 ഓഫ് പെന്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. 7 ഓഫ് പെന്റിക്കിൾസ്, 7 ഓഫ് പെന്റിക്കിൾസ്, ദ എംപറർ. ഇത് 4 ഓഫ് വാണ്ട് നമ്മുടെ എടുത്തിരിക്കുന്ന ഫയലാണ് കേട്ടോ. 4 ഓഫ് വാണ്ട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഒരുമിച്ച് പറയാം. ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവസാനിച്ചു, അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ തുടക്കമാണ്, മറ്റു ചില കാര്യങ്ങളുടെ തുടക്കമാണ്. ഏസ് ഓഫ് കപ്പാണ്. ഒരുപാട് ഓവർഫ്ലോ ആയിട്ട് ദൈവം നിങ്ങൾക്ക് എന്തൊക്കെയോ തരുന്നുണ്ട്. 2 കാർഡ് കിട്ടുന്നുണ്ട്. 2 ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് വാണ്ട്. നമുക്ക് വേറെ കുറച്ച് കാർഡോട് എടുക്കാമേ. ഈ കാർഡോട് കുറച്ച് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർഡാണ് ഈ കാർഡുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും ഈ കാർഡ് ഇട്ട് റീഡ് ചെയ്യുന്നത്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ കാർഡുകൾ ഇട്ട് വെച്ചിട്ട് റീഡ് ചെയ്യാനായിട്ട്. ഇതിൽ റിയലായിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഈ കാർഡുകൾ കിട്ടുന്നത്, ഈ കാർഡ് കൊണ്ടുള്ള റീഡിങ്ങിലെ. അതുകൊണ്ട് എനിക്ക് ഈ കാർഡാണ് ഒരുപാട് ഇഷ്ടം. കുറച്ച് വലിപ്പമുള്ള കാർഡാ. ഈ കാർഡ് ആടുകയിലും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആടുകയിലും അത് കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. എന്തോ ഒരു ഭാഗ്യം പോലെ എനിക്ക് വന്നു പെട്ടതാണ്. പേജ് ഓഫ് ഫയർ, പേജ് ഓഫ് വാണ്ട്സ്. ക്രിയേറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ് ഒക്കെയാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. പേജ് ഓഫ് ഫയർ. തൂവല് കാണുന്നുണ്ട് ഇതിനകത്ത്. നിങ്ങൾ തൂവല് കാണുന്നവരായിരിക്കും അല്ലേ. പിന്നെ ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റിവിറ്റി, ആക്ഷൻ. ഏസ് ഓഫ് വാണ്ട്, ഏസ് ഓഫ് വാണ്ട്. ഹെർമിറ്റ്, സെൽഫ് ഡിസ്കവറി. സ്വന്തമായിട്ട് എന്തൊക്കെയാ കണ്ടുപിടിക്കുക നിങ്ങളെ. നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട ചിലതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അബണ്ടൻസ്, ക്രിയേഷൻ, ആക്ഷൻ, എംബ്രസ്. ഇവിടെ എംബററും എംബ്രസും വന്നിട്ടുണ്ട് കേട്ടോ. എംബറർ ഉണ്ട്, എംബ്രസും വന്നിട്ടുണ്ട്. ഇവിടെ 2024 എന്തൊക്കെ സന്തോഷം അല്ലെങ്കിൽ അത്ഭുതം, അബണ്ടന്റ് ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഇവിടെ 2020 നമ്മൾ 4 ഓഫ് വാണ്ട് ആണ് തിരഞ്ഞെടുത്തത്. 4 ഓഫ് വാണ്ട് എടുത്തവർക്കോ ലൈഫിലേക്ക് ഒരുപാട് ആഘോഷങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ 4 ഓഫ് വാണ്ട് എടുത്തവരുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ലൈഫിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് വെക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീട് വാങ്ങും, പുതിയ വീട് വാങ്ങും, പുതിയ വീട് വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് സംഭവിക്കാം. വീടോ വസ്തുവോ അങ്ങനെ എന്ത് വാങ്ങാനാണ് നിങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ 2024. ഒരുപക്ഷെ നിങ്ങൾ മാരേജ് കഴിഞ്ഞ് പുതിയ വീടൊക്കെ വെച്ച് മാരേജ് കഴിഞ്ഞ് പുതിയ വീട്ടിൽ താമസിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തിന്റെ ഒരു വർഷമാണ്. എന്തൊക്കെയോ ആഘോഷങ്ങൾ, ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു ജോഡി ആണ്. ഇപ്പം നിങ്ങൾ എംബറർ എംബറസ് എന്നൊരു ജോഡി കാണുന്നുണ്ട്. ഏതോ ഒരു എംബറർ ആയിരിക്കുന്ന ഒരു വ്യക്തിയും എംബറസ് ആയിരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം ഈ 2024 കാണുന്നുണ്ട്. അതായത് ഈ എംബറർ എംബറസ് എന്ന് പറയുമ്പോൾ ഒരു അബണ്ടന്റ് തന്നെയാണ്. ഒരു എംബറർ എന്ന് പറയുമ്പോൾ കിങ്ങിനേക്കാൾ മേളിലാണ് ഒരു എംബറർ. അപ്പോ അതുപോലെ തന്നെ എംബറസ് രണ്ടും ഒരു അബണ്ടന്റ് ആണ്. എംബറസ് ഒരു അബണ്ടന്റ് ആണ്. അപ്പോ ആ ഒരു എംബററും എംബ്രസും എവിടെയുള്ള 2 വ്യക്തികൾ ഈ ഒരു വർഷം എംബററും എംബ്രസും ആയിട്ടുള്ള ആ ഒരു വ്യക്തികൾ ഒരു
കൂടിച്ചേരൽ കാണുന്നുണ്ട്. ആ വ്യക്തികൾ തമ്മിലുള്ള ഒരു റീജോയിനിങ് ഉണ്ട്, ഒരു മാരേജ് ഉണ്ട്. അവരുടെ റീജോയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ആ മാരേജിലൂടെ പല കാര്യങ്ങളും അവർക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊരു വ്യക്തികൾക്കുള്ളതാവാം, എവിടെയെങ്കിലും ഇരിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾക്കുള്ള ഒരു റീഡിംഗ് ആവാം. ഒരുപക്ഷെ ഈ എംപറർ എംപ്രസിനെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവർക്കും ആവണമെന്നില്ല. ഇനിയിപ്പോ എംപറർ അല്ല, എംപറർ എംപ്രസ് എനർജിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ, ഏതോ എവിടെയോ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തോ ഒരു കൂടിച്ചേരലിന്റെ ഒരു കാര്യം ഈ ഒരു 2024 സംഭവിക്കുന്നുണ്ടെന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു 2024 നിങ്ങളുടെ കയ്യിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം തരുന്നുണ്ട്. ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം ഓവർഫ്ലോ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈസോ കപ്പ്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഓവർഫ്ലോ ആയിട്ട് കപ്പ് നിറഞ്ഞൊഴുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചാവും, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലധികം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ആർക്കൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ഈ പറയുന്നത് എല്ലാവരുടെ ഒരു എനർജി അല്ല കേട്ടോ. കുറച്ച് പേർക്കായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ലഭിക്കണമെന്നില്ല. പക്ഷെ ചില വ്യക്തികൾക്ക് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കഴിഞ്ഞ കാലങ്ങൾ ഇതേ രീതിയിലുള്ളതായിരുന്നു. അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ ഒരു ഡെത്ത് എനർജിയിലായിരുന്നു. അതായത് ഒരുപാട് പ്രോബ്ലംസിലൂടെ പോയിരിക്കുന്ന, അല്ലെ ഒരുപാട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ ലൈഫായിരുന്നു അവരുടെ കഴിഞ്ഞ കാലങ്ങൾ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് അവർക്ക് ഡെത്ത് സംഭവിച്ചു, അവിടെ ഒരു റീബർത്ത് ഉണ്ടായി. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ചില വ്യക്തികൾക്ക് ഒരു മോശപ്പെട്ട ഒരു 2023 അത്രയ്ക്ക് വലിയ നല്ല ഒരു കാലങ്ങളൊന്നും അല്ലായിരിക്കാം. അവർക്ക് 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെ 2024 അവരുടെ നല്ല കാലത്തിലേക്ക് അവർ വന്നു തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാവർക്കും ഈ പറയുന്ന റെസൊനേറ്റ് ആവണമെന്നില്ല. ഓരോരുത്തർക്കും അവനവന്റെ ആ ഒരു സമയത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ വരിക കേട്ടോ. എന്ന് വെച്ചിട്ട് ഇത് ആർക്കും റെസൊനേറ്റ് ആവാതെ ഇരിക്കത്തുമില്ല കേട്ടോ. റെസൊനേറ്റ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ അവര് അങ്ങനെയുള്ളവര് കാണുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് റെസൊനേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഫയൽ റെസൊനേറ്റ് ആയിട്ട് അടുത്ത ഫയൽ കാണുക കേട്ടോ. ചില വ്യക്തികള് കിങ്ങും ക്യൂനും ഒക്കെ എനർജികളുണ്ട്. ചില വ്യക്തികൾ ഹെർമിറ്റ് എനർജിയിലാണ് കേട്ടോ. അതായത് ഒരു ഏകാന്തവാസത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഒരു സന്യാസി മൂഡിൽ അല്ലെങ്കിൽ സന്യാസിനിയുടെ ഒരവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അവര് സെൽഫ് ഡിസ്കവറി, അതായത് അവര് തനിച്ച് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലത്തിലൂടെ അവർ പോകുമ്പോഴാണല്ലോ തനിച്ചാവുന്നത് അല്ലെ. ഹെർമിറ്റ് എന്ന് പറയാൻ സന്യാസി മുകളിലേക്ക് പോകണം. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം ഇവിടെ എംപറർ എംപ്രസ് എന്ന് അല്ലെ. അപ്പൊ അങ്ങനെ ഈ എംപറർ എംപ്രസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിംഗിൾ പേരന്റ് എനർജി വരാം. സിംഗിൾ ഫാദർ, സിംഗിള് മദർ ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ, തനിച്ചായിട്ട് വരുന്ന വ്യക്തികൾക്ക് തനിച്ചാവുമ്പോഴത്തേക്കിനാണ് നമ്മള് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ തനിച്ചാവുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നു, ഭാര്യ മരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആവുന്നു. അങ്ങനെ നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ആ ഒരു നിങ്ങളുടെ വ്യക്തി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം വളരെ ഡൗൺ ആകുന്നു, നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ഒറ്റയ്ക്കുള്ളൊരു ലൈഫിലേക്ക് നിങ്ങൾ തിരിയും അല്ലെ. മറ്റുള്ളവരിൽ നിന്നും ഒതുങ്ങി ഒരു തനിച്ചായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവും. ആ ഒരു ലൈഫിൽ നിങ്ങൾ കുറച്ചു നാൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ തനിച്ചായിട്ടുള്ള ലൈഫിലേക്ക് പോകുമ്പോഴത്തേക്കിനാണ് നിങ്ങൾ കണ്ടുപിടുത്തങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, അതിനെ എങ്ങനെയൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം, എങ്ങനെ എൻ്റെ ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെയുള്ള സെൽഫ് ഡിസ്കവറി, സ്വന്തമായിട്ടുള്ളൊരു കണ്ടുപിടുത്തങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു സമയത്താണ് അല്ലെ. ആ ഒരു സമയത്ത് നമ്മൾ ഡിവൈനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ ഏകാന്തവാസത്തിൽ നമ്മൾ ഏറ്റവും
കൂടുതലായിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രാർത്ഥനയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാ എന്നൊരു ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ, അല്ലെ? നഷ്ടപ്പെട്ടതിന് നമുക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കളാവാം, വീടാവാം, ജോലിയാവാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വൈഫിനെ ആവാം, അല്ലെങ്കിൽ ലവറെ ആവാം. അപ്പൊ ഏതൊരു ഇതായാലും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഡിസ്കവറി, അത് എങ്ങനെയാണ് അതിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു ഡിസ്കവറി നമ്മൾ സ്വന്തമായിട്ട് അത് കണ്ടെത്തുകയാണ്. അപ്പൊ അതായത് സ്വന്തം വെളിച്ചം നമ്മളിലെ സ്വന്തം വെളിച്ചം തന്നെ വഴികാട്ടിയാവുകയാണ് നമ്മുടെ മുന്നോട്ടുള്ള ആ ഒരു അടുത്ത നെക്സ്റ്റ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കണ്ടെത്തുന്ന ഒരു സമയമാണത്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട് ലൈഫില്, തനിച്ചായിരിക്കുന്ന, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ലേഡീസ് ആൻഡ് ജെന്റ്സ് ഒക്കെ ഉണ്ട്. അവര് സ്വന്തം വെളിച്ചം വഴി കാണിച്ച് മുന്നോട്ടേക്ക് പോകാൻ അതിനുള്ള വഴി കണ്ടെത്തുന്ന വ്യക്തികളെ കാണുന്നുണ്ട് തനിച്ചായിട്ട്. അങ്ങനെ ചില വ്യക്തികൾ അവരുടെ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുന്ന ഒരു വർഷമാണ് 2024. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർക്ക് നഷ്ടമായതിനെയൊക്കെ അവർ 2024 തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമാണ്. അവർക്ക് നഷ്ടപ്പെട്ടതിനെയെല്ലാം അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വർഷമാണ് 2024. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്ക് കൂട്ടിനായിട്ടുള്ളത് നിങ്ങളുടെ ഡിവൈൻ പവറാണ്. നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ ആ ദൈവം നിങ്ങളിലെ തന്നെ ആ ഒരു പവറിനെ നിങ്ങളെ തന്നെയാണ് അതിനുപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ നിങ്ങൾക്ക് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. എനിക്ക് നഷ്ടപ്പെട്ടതിനേക്ക് എനിക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ, മറ്റാർക്കും എനിക്ക് അതൊന്നും കൊണ്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ദൈവം, യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. നിങ്ങളിൽ തന്നെ ആ ഉള്ള കഴിവിനെ പുറത്തെടുക്കും. അതിനൊക്കെ ഉള്ളത് ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില വ്യക്തികൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമാണ് 2024. ഇത് ആർക്കൊക്കെയുള്ള റീഡിംഗ് ആണ് എനിക്കറിയില്ല. ഇത് കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്, അവർക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോ നിങ്ങളുടെ ലൈഫ് ഒരു റീബർത്ത്, ചില കാര്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലെ മോശപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിലെ നിങ്ങൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡെത്തായി. അവിടെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കം, നിങ്ങൾ റീബർത്ത്, അതായത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പുതിയൊരു ലൈഫ് ആരംഭിക്കാൻ പോകണം. നിങ്ങൾ പുതിയൊരു ജന്മം ലഭിക്കാൻ പോകണം. ചിലർ വിചാരിച്ചിട്ടുണ്ടാവും, ഇനി എനിക്ക് ഇതുകൊണ്ട് അവസാനിച്ചു, എൻ്റെ ലൈഫ് ഇതുകൊണ്ട് അവസാനിച്ചു, എനിക്കിനി ഒരു ലൈഫേ ഇല്ല, ഇനി ഇങ്ങനെ മരിക്കുന്നിടം വരെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു ലൈഫിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികളുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾക്ക് ഇനിയുമുണ്ട് ലൈഫ്. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ട് അതിനെ ഓർത്ത് നിരാശപ്പെട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ധൈര്യം, ഒരു വിശ്വാസം, നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ അതിനൊക്കെ ആരെങ്കിലുമൊക്കെ കാരണക്കാരായിട്ടുണ്ടാവാം. നിങ്ങൾ പോലും വിചാരിക്കാത്ത വ്യക്തികളെയോ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് എത്തിച്ചിട്ടുണ്ടാവും. അതിലൂടെ നിങ്ങളുടെ പവറിനെ തിരിച്ചറിഞ്ഞു നിങ്ങൾ ആ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024 പലരും. അതിനായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന വ്യക്തികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് പേഴ്സൺസ് ആണ് കേട്ടോ. വളരെ അബണ്ടന്റ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ അബണ്ടന്റ്, ഒരുപാട് അബണ്ടന്റ്. ഇവിടെ എംപ്രസ് ഒരു അബണ്ടന്റ് ആണ് കേട്ടോ. അതിനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും, പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ചിലർ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവാം. അങ്ങനെ പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയ തുടക്കം പലരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ പലരും, ഞാൻ ഓരോന്നും പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾ ജോലിക്കായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിദേശ യാത്ര, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പലരും പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. ആ പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനായിട്ട് പ്രവർത്തിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം.
നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചെന്നാലും ആ സംഭവിച്ചതിനെയൊക്കെ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എണീക്കുക, ഉയർന്നെണീക്കുക, ഉണർന്നെണീക്കുക എന്നുള്ളതാണ്. വീണടുത്തുനിന്ന് എണീക്കണം. എണീറ്റ് നിരങ്ങിയായാലും പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് നീങ്ങേണ്ടതുണ്ട്. നമ്മൾ വീണടുത്ത് തന്നെ കിടന്നാൽ അവിടെ കിടക്കയിൽ ആരും പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വരില്ല. നമ്മൾക്ക് നമ്മൾ തന്നെയുള്ളൂ. നമ്മളുടെ നാളെ നമ്മൾക്ക് ഉയരണം, നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയൂ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സ് ചിന്താഗതിയുള്ള ആരൊക്കെയുണ്ട്, അവരൊക്കെ ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് വേണ്ടതിനെ, നിങ്ങൾക്ക് കഴിഞ്ഞതിനെയൊക്കെ വിട്ടേക്കുക. കഴിഞ്ഞ കാലത്ത് ഒരുപാട് പ്രോബ്ലംസിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ വിട്ടേക്കുക, മറന്നേക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിനെല്ലാം അത് ഡെത്തായി, കഴിഞ്ഞതൊക്കെ ഡെത്തായി. റീബർത്ത് 2024 ജനിക്കുകയാണ്. അതോടൊപ്പം ആ 2024 പുതുവർഷത്തിൽ വരുമ്പോ, പുതുവർഷം ജനിക്കുമ്പോൾ നമ്മളും പുതിയതായിട്ട് ജനിക്കുകയാണ്. നമ്മളുടെ മൈൻഡ് പുതിയതാവാണ്. ഈ ഒരു വർഷം എന്റെ വർഷമാണ്. ഈ ഒരു വർഷം ഞാൻ എന്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള വർഷമാണ്. ഈ ഒരു വർഷം ഞാൻ അതിനായിട്ട് ശ്രമിക്കും, അതൊക്കെ എനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ തന്നെ നമ്മൾ 2024 വരവേൽക്കുക കേട്ടോ. സന്തോഷകരമായി പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ പുതുവർഷം ആഘോഷിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ലൈഫും പുതുവർഷം പോലെ തന്നെ ആയിരിക്കണം. മുന്നോട്ടുള്ള ഓരോ ചുവടും പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് പോകാട്ടോ. സാമ്പത്തിക കാര്യത്തിലോ എന്തൊക്കെയോ കാര്യങ്ങളിൽ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷനൊക്കെ മാറ്റിയിരിക്കുക. ഒന്നിനും കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരും. 7 of Pentacles, നിങ്ങൾ ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുള്ള വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട്. 7 of Pentacles, ഒരുപാട് സാമ്പത്തിക ആവശ്യമുള്ള ഒരു വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തികം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം കൊണ്ട് തരും. പുതുവർഷം 2024 ഒരുപാട് സാമ്പത്തികം വരാൻ വേണ്ടുന്ന ചില കാര്യങ്ങൾ ആരൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് 2024 ഒരുപാട് അഫൂർത്തി, ഒരുപാട് ധനം വന്ന് തരും എന്നാണ് കാണുന്നത് കേട്ടോ. വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പണിയൊക്കെ പൂർത്തിയാക്കും. വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് പോകും. പഠിക്കാനായാലും ജോലിയായാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തിയാക്കുന്ന വർഷം കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തിയാക്കുന്ന വർഷം കൂടിയാണ് 2024. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും വരിക. നിങ്ങൾ നല്ല രീതിയിൽ അതിനൊക്കെ പ്രവർത്തിക്കണം, നല്ല രീതിയിൽ അതിനെ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഏതൊരു കാര്യത്തിനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നിങ്ങളുടെ മുൻപിൽ വരും. നിങ്ങൾ അതിനെയൊക്കെ നല്ലതെന്ന് തോന്നുന്നതിനെ ചാടി പിടിക്കുക, ആക്ഷൻ എടുക്കുക കേട്ടോ. അതിനെയൊക്കെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട് പലർക്കും, പല രീതിയിലും. നിങ്ങൾ ഫെദർ കാണുന്നുണ്ടാവുക, തൂവല് ചിലയിടത്തൊക്കെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴൊക്കെ തൂവല് കാണുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ സന്തോഷകരമായി പൂർത്തിയാക്കാൻ തന്നെയാണ് കേട്ടോ. അതിന്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് കാര്യം നേടണം, അല്ലെ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ആ ഒരു കാര്യം നേടിയെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളവരെ കാണുന്നുണ്ട്. ഒരു എംപറർ എനർജി എങ്ങനെയാണ്? കിങ് ഓഫ് വാട്ടർ. അതായത് ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം എത്ര പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞാലും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഈ എംപററൊക്കെ എങ്ങനെയാണ്? അതായത് എന്തോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രോബ്ലം വന്നാലും അതിൽ നിന്ന് മാറില്ല. ആ ഒരു കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള ആരൊക്കെയുണ്ട്. അങ്ങനെ ആ ഒരു ദൃഢനിശ്ചയം എടുത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ഇവിടെ എംപ്രസ് പറയുമ്പോൾ കുട്ടിയുണ്ട്. ആർക്കൊക്കെയോ ഒരുപാട് നാളുകളായിട്ട് കുട്ടികളില്ലാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ 2024 നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ മരുന്ന് കഴിച്ചും ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബർത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക്
ഒരു കുട്ടിയുടെ ചൈൽഡ് ബർത്ത് ഉണ്ട് കേട്ടോ. ടെമ്പറേച്ചറിന്റെ എന്താ പറയാ, നിങ്ങളുടെ ഇപ്പൊ കൃഷി കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യുന്നവരാണ്, ഇപ്പൊ കൃഷിക്കാരാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവരാ, ഒരുപക്ഷെ നെൽകൃഷിയോ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ല വിളവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു അബണ്ടൻറ്റ് നല്ല വിളവെടുപ്പ് എടുക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പലരും. കൃഷിക്കാരായിട്ടുള്ള ഏത് രീതിയിലുള്ള കൃഷിയാണെങ്കിലും അതിൽ നല്ല വിളവുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വ്യവസായങ്ങൾ തുടങ്ങുന്നവരാ, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വർഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ലാഭം നിങ്ങൾക്ക് ലഭിക്കും, അബണ്ടന്റ് ആയിരിക്കും. കാർഡുകൾ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് വായിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2024 ഒരുപാട് പേർക്ക് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടന്റ് ആണ് വരുന്നത്, നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾക്ക് നല്ലത് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കണം. 2023 ഇങ്ങനെയായി, 2024 എന്താ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കും, അവസാനം ഇങ്ങനെ തന്നെ. ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. 2023 എങ്ങനെയും ആവട്ടെ, പക്ഷെ 2024 ഞാൻ നേടിയിരിക്കും, എന്റെ വർഷമാണ്, നേടിയിരിക്കും. അങ്ങനെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് നിൽക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരികയുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങില് പലതിലും നിങ്ങൾ വിത്ത് പാകിയിട്ടുണ്ടാവാം, അതായത് തുടക്കം ഇട്ടിട്ടുണ്ടാവാം, പല കാര്യങ്ങളും നിങ്ങൾ തുടക്കം ഇട്ടിട്ടുണ്ടാവാം, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടാവാം, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. അത് വെച്ചിട്ട് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം. സ്വപ്നങ്ങൾ എന്തുമാവട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വപ്നം പൂർത്തിയാക്കാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2024 നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ 2024 നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ കാണാൻ പോവാണ് പലരും. ഈ 2024 നിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, വലിയ അത്ഭുതങ്ങൾ കാണാൻ പോകണം. നിങ്ങൾ ചില വ്യക്തികൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാളൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ അത്ഭുതങ്ങളിലേക്കാണ് 2024 നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുപോലുള്ളൊരു അത്ഭുതകരമായിട്ടുള്ള കാർഡുകളൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് സ്വപ്നമായാലും അത് പൂർത്തിയാക്കാനുള്ളൊരു വർഷമാണ് 2024. എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് 2024 നിങ്ങൾക്ക് ജനുവരിയിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ, അതിനുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും അത് സക്സസിലേക്ക് വരും. ഏതൊരു കാര്യമായാലും അത് സക്സസിലേക്ക് വരും. നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങൾക്ക് വീണ്ടും കൂടി ചേരാൻ ആഗ്രഹമുണ്ട്, പിണങ്ങി രണ്ടിടത്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാരേജ് ഈ ഒരു വർഷം, അതായത് റീയൂണിയൻ, വീണ്ടും ഒരു ഒത്തുചേരൽ, വീണ്ടും നിങ്ങൾ ഒരുമിച്ചാവുന്ന ഒരു സന്ദർഭം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലവേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 2024 പലർക്കും ഒരു മാരേജ് കാണുന്നുണ്ട്. ലവേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ പ്രസന്റ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെങ്കിലും ഒക്കെ എന്താണെന്ന് വെച്ചാലും പ്രോബ്ലം ഇല്ല. ഇവിടെ അധികം നെഗറ്റീവ് കാർഡ്സ് ഒന്നും എനിക്ക് ഇന്ന് കിട്ടിയിട്ടില്ല, റീഡിങ്ങിന് കിട്ടിയിട്ടില്ല, കൂടുതൽ പോസിറ്റീവ് കാർഡ്സ് ആണ്. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാരേജ് ഉണ്ട്. അതായത് ഇവിടെ ഒരു എല്ലാം വന്നിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്, ഒരു തേർഡ് പാർട്ടി കാർഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഒരു ലവ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു റീഡിംഗ് ആണിത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാരേജ് ആഗ്രഹിക്കുന്നവരാണ്, മാരേജ് ഉണ്ട്. ഇനി കല്യാണം ഒന്നും ആവാതിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2024 ഇതുവരെ അതായത് സന്യാസി മൂഡിൽ തന്നെ പ്രായം കുറച്ചൊക്കെ ആയി നിങ്ങൾക്ക് എന്നിട്ടും മാരേജ് ഒന്നും ആവുന്നില്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാരേജ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാരേജ് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് അത് ലഭിച്ചതായിട്ട് നിങ്ങൾ ലഭിച്ചതിന് നന്ദി പറയുക. ലഭിച്ചു, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ലഭിച്ചു, നിങ്ങൾക്കത് കിട്ടിയതിനായി നന്ദി എന്ന് പറയാം. ഇതുവരെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രപഞ്ച ശക്തി അല്ല ദൈവം ഇതുവരെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ 2023 വരെ നിങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുക കേട്ടോ. എല്ലാ നന്മകൾക്കും, നന്മയായാലും തിന്മയായാലും. ഇപ്പോൾ തിന്മയായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയായിട്ട് തന്നെ വരും. അത് നമുക്ക് തിന്മ വന്നാലും ആ തിന്മയിലൂടെ ദൈവം യൂണിവേഴ്സ് നമുക്കൊരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്.
ഒരുപക്ഷെ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഒരുപാട് പ്രോബ്ലത്തിലൂടെ പോയെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ലൈഫിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം ഇനിയുള്ള ലൈഫ് ഒരു ലെസൺ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊരു ലെസൺ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ചില വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാണ് നല്ലവര്, ആരാണ് ചീത്ത, ഏതാണ് റിയൽ എന്നൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ നല്ല സമയത്ത് കൂടെയുള്ളത് ആര്, നമ്മുടെ ഇല്ലായ്മയിൽ കൂടെയുള്ളത് ആര്. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ശരിക്കുള്ള ബന്ധു, ആരാണ് ശരിക്കുള്ള ശത്രു, ആരാണ് ശരിക്കുള്ള സുഹൃത്ത്, ആരാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളുടെ ആ ഒരു മോശം സമയത്തിന് നിങ്ങൾ കണ്ടാൽ മതി. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ലെസൺ ആണ്. ആ ഒരു ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ അടുത്ത സെക്ഷനിലേക്ക്, അടുത്ത വർഷത്തിലേക്ക് നിങ്ങൾ പോകുക എന്നുള്ളതാണ്. ഇനി ഇതുവരെ ആവർത്തിച്ച തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു വാണിംഗും കൂടെയാണ്. അപ്പോ ഇതുവരെ നിങ്ങൾ ആരെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആരെയൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലെസൺസ് തരികയാണ്. അപ്പോ നല്ലതെന്ന് തോന്നുന്നതിനെയൊക്കെ കളയുക, നല്ലതെന്ന് തോന്നുന്നതിനെയൊക്കെ മാത്രം എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയാ, സന്തോഷം തരുന്നതിനെ എടുക്കുക, ദുഃഖങ്ങൾ മാത്രം തരുന്നതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുക. അതായിരിക്കും നല്ലത്. പിന്നെ പ്രധാനമായും നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ സന്തോഷം അത് ഏറ്റവും വലുതാണ്. പ്രധാനമായും നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുക. നമ്മുടെ സന്തോഷം അത് നമ്മൾക്ക് സന്തോഷം തരാൻ നമ്മൾക്ക് മാത്രമേ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മൾക്ക് വേണ്ടത് നമ്മൾ ചെയ്യുക കേട്ടോ. അതൊക്കെയാണ് എല്ലാം മനസ്സിലാക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോ ഇതാണ് എനിക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്. 2023 നിങ്ങൾക്കൊരു ലെസൺ ആയിട്ട് എടുത്ത് 2024 സ്വാഗതം ചെയ്യുക കേട്ടോ. ഈ ഒരു ഫസ്റ്റ് പൈൽ എടുത്തവർക്ക് നല്ലൊരു 2024 ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു റീഡിങ് റെസനേറ്റ് ആയിട്ടുള്ളവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. അപ്പോ നമുക്കിനി രണ്ടാമത്തെ പൈലിന്റെ റീഡിങ്ങിലേക്ക് കടക്കാം. രണ്ടാമത്തെ പൈൽ നോക്കാം. 2 കപ്പാണ്. 2 കപ്പ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവർ നോക്കുക. അത് 2 കപ്പാണ്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് 2 കപ്പ്. നിങ്ങൾ ആരോ 2 പേര്, അതായത് 2 ജോഡികൾ ചേരുന്നതിലൂടെ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ ചേരേണ്ട 2 ജോഡികൾ ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 2 കപ്പ് ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡാണ്. അപ്പൊ അതോ ടിൻ ഫ്ലെയിം ആയിട്ടുള്ള വ്യക്തികൾ കൂടി ചേരേണ്ടതുണ്ട്. അത് യൂണിവേഴ്സിന്റെ ഒരു തീരുമാനമാണ്. അത് ചേരുന്നതിലൂടെ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചേരണം എന്നുള്ളത് യൂണിവേഴ്സിന്റെ ഒരു നിയോഗം തന്നെയാണ് കേട്ടോ. ഇതാണ് ആ ഒരു 2 കപ്പ് പറയുന്നത്. 3 ഓഫ് വാട്ടർ. 3 കപ്പാണ്. ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. 4 ഓഫ് വാണ്ടാണ്. 4 ഓഫ് വാണ്ട് സെലിബ്രേഷൻ, എല്ലാം ഒരു സെലിബ്രേഷൻ. മുമ്പേ കണ്ട പോലെ തന്നെ 4 ഓഫ് വാണ്ട് ഇവിടെ വന്നു. സെലിബ്രേഷൻ, മാരേജിന്റെ സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബിസിനസ് ലഭിക്കുന്നതിൻ്റെയോ എന്തിൻ്റെയൊക്കെ വീട് വെക്കുന്ന സെലിബ്രേഷൻ ആവാം. ക്യൂൻ ഓഫ് എർത്ത്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്. 10 ഓഫ് വാട്ടർ, 10 ഓഫ് കപ്പാണ്. 7 ഓഫ് സോർട്സ്. നമുക്ക് ഇങ്ങോട്ട് നോക്കാം കേട്ടോ. എന്തൊക്കെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സന്തോഷങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അല്ലേ. ത്രീ ഓഫ് സോർട്സ് ഉണ്ട്. നല്ലത് മാത്രമല്ലല്ലോ വരിക അല്ലെ. ചിലർക്ക് 2024 അങ്ങനെയും വരാം. ഇവിടെ ഏസ് ഓഫ് കപ്പ് വീണ്ടും വന്നു കേട്ടോ. ഏസ് ഓഫ് കപ്പ്, 5 ഓഫ് വാണ്ട്, 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ടവർ, 8 ഓഫ് സോർട്സ്,
ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് വാണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് വാണ്ട്സ്, ടവർ. ഇവിടെ നിങ്ങൾക്ക് 2024 ഒരുപാട് പേർക്ക് ഒരു റീയൂണിയൻ ആണ്, ഒരു മാരേജ് ഇവിടെയുണ്ട്. 4 ഓഫ് വാണ്ട്, മാരേജ്. പലർക്കും ഒരു നല്ലൊരു ഫാമിലി ലൈഫ് കാണുന്നുണ്ട്. 10 ഓഫ് കപ്പ്, അതായത് 10 ഓഫ് കപ്പ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി, നല്ല ഒരു മാരേജ്, നിങ്ങൾ ചേരേണ്ട ഒരു ജോഡി, നല്ലൊരു ഫാമിലി ലൈഫൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ലവ്, ബ്ലെസ്സിങ്സ്, നല്ല രീതിയിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളിപ്പോ പിരിഞ്ഞിരിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കാം. മക്കളും ചിലപ്പോൾ കുട്ടികളുണ്ടാവും. കുട്ടികൾ അമ്മയുടെ കൂടെ മാറി നിൽക്കുന്നുണ്ടാവും, അച്ഛൻ്റെ കൂടെ ഡിവോഴ്സ് ആകേണ്ട ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നവരാവാം. വളരെയധികം പെയിനായിട്ട് മറ്റുള്ള വർഷങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരുപാട് ഹാർട്ട് പെയിൻ ഉണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകാൻ വേണ്ടി കുട്ടികളും ഒക്കെയുള്ള ഫാമിലി ആവാം. നിങ്ങൾ എന്താ പറയുക, ആ ഒരു സെപ്പറേഷൻ പീരീഡിലൂടെ പോകുന്നവരാവാം. പക്ഷെ അതിൽ ചില വ്യക്തികൾ വീണ്ടും ഒരു റീയൂണിയനിലേക്ക് എത്തുന്നുണ്ട്. ഫാമിലി സന്തോഷകരമായിട്ടത് റീയൂണിയനിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ. അതാണ് ഈ ഒരു ഫാമിലി കാണിക്കുന്നത്. നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് കാണുന്നുണ്ട്. അപ്പൊ ചിലപ്പം ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു സിറ്റുവേഷനോട് ഇരുന്ന വ്യക്തികൾ, ഇത്രയും പെയിനായിട്ടിരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ 2024 വീണ്ടും കൂടി ചേരുന്നുണ്ടാവാം. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കുട്ടികളും ഒക്കെ ആയിട്ട് പിരിഞ്ഞിരിക്കുന്ന ഫാമിലി കൂടിച്ചേർന്ന് വീണ്ടും ഒരുമിച്ചാകുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയവരും നല്ലൊരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ്. ഒരുപാട് സെലിബ്രേഷൻസ് നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ജോലി ലഭിച്ചതിന്റെയോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടായതിന്റെയോ വീട് വെച്ചതിന്റെയൊക്കെ സെലിബ്രേഷൻ. ഇവിടെ വീട് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയുണ്ട് വീട് വെക്കുന്നുണ്ട്. പലരും 2024 പുതിയ വീട് വാങ്ങുന്നു, മാരേജ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ മാരേജ് സെലിബ്രേഷൻ ആവാം, കുട്ടി ഉണ്ടായതാവാം, വീട് വെച്ചതിന്റെ ആവാം, അല്ലെങ്കിൽ നല്ല ജോലി ലഭിച്ചതിന്റെ ആവാം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാവാം, അല്ലെങ്കിൽ നല്ല ബിസിനസ് നല്ല ലാഭം ഉണ്ടായതാവാം. അങ്ങനെ എന്തൊക്കെയോ സെലിബ്രേഷൻ കാണുന്നുണ്ട്. അപ്പൊ 2 പേര് ചേർന്നിട്ടുള്ള ഒരു ജോഡി മാരേജിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ 2 പേരും കൂടെ ചേരേണ്ട, അതായത് നിങ്ങളുടെ ആ ഒരു ബിസിനസ്, ചിലപ്പോൾ നിങ്ങൾ ഒരേ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന 2 വ്യക്തികളാവാം, ഒരേ ബിസിനസ് ചെയ്യുന്ന 2 വ്യക്തികളാവാം, പാർട്ട്നേഴ്സ് ആവാം. അപ്പൊ അങ്ങനെയുള്ള 2 വ്യക്തികൾ തമ്മിൽ ചേരേണ്ടതായിട്ടുണ്ട്. 2 ഫ്രണ്ട്ഷിപ്പ്, 2 ഫ്രണ്ട്സ് ആവാം, ചേരേണ്ടതായിട്ടുള്ള 2 വ്യക്തികൾ ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ബിസിനസ്സിലാവാം, ഒരുപോലെ ബിസിനസ് ചെയ്യുന്ന 2 വ്യക്തികൾ ചേർന്ന് നിങ്ങൾ ഒരുപക്ഷെ മാരേജിൽ എത്തുന്നുണ്ടാവാം. സന്തോഷകരമായിട്ടുള്ള ഒരു മാരേജ് ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അങ്ങനെയൊക്കെ എന്തൊക്കെ ചേരേണ്ട ചില ജോഡികൾ. ഇതൊരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡാണ്. 2 കപ്പ് ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡാണ്. 10 ഓഫ് കപ്പ് ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡാണ്. ഏസ് ഓഫ് വാണ്ട്സ് ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡാണ്. അപ്പോൾ ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആയിട്ടുള്ള ആരൊക്കെയോ കൂടി ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു പെയിനിലൂടെ ലൈഫിൽ ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. ആ ഒരു വർഷങ്ങളിൽ പോയിട്ടുള്ള നിങ്ങൾ ചേരേണ്ടതാണ്. നിങ്ങൾ ചേരുന്നതിലൂടെ എന്തൊക്കെയോ യൂണിവേഴ്സ് ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വ്യക്തികൾ ചേരുന്നുണ്ട്. നിങ്ങൾ മാരേജിലേക്ക് എത്തുന്നുണ്ട്. കുട്ടികളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ സിംഗിൾ മദറോ സിംഗിൾ പേരൻസ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾ ചേരുന്നുണ്ടാവാം. അപ്പോൾ ഫാമിലി ലൈഫ് സന്തോഷമായിട്ട് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായൊരു ലൈഫ് നിങ്ങൾ 2024 മാരേജിൽ എത്തുന്നുണ്ടാവാം. 2024 ഉണ്ടാവുമ്പോഴേക്കും നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ടാവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരൊക്കെയോ റീഡിങ്ങുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക, അങ്ങനെയുള്ളവർ കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരുടെയൊക്കെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സന്തോഷം ഓവർഫ്ലോ ആയിട്ട് സന്തോഷം വരുന്നുണ്ട്. ഓവർഫ്ലോ ആയിട്ട് പണം വരുന്നുണ്ട്. എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഓവർഫ്ലോ ആയിട്ട് ദൈവം തരുന്നുണ്ട്, യൂണിവേഴ്സ് തരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 3 ഓഫ് വാണ്ട്,
നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 3F വാട്ടർ ഒക്കെ കാണുന്നുണ്ട്. ലൈഫ് വളരെ എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന പലരും. ചിലർക്ക് ഒരു ടവർ മൂവ്മെന്റ് ആണ്. ചിലരുടെ ലൈഫിൽ ഒരുപാട് പെയിൻ ഉണ്ട്, ഒരു തേർഡ് പാർട്ടി മൂലമുള്ള പെയിൻ അനുഭവിക്കുന്നു. ചിലരുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങില് ചില വ്യക്തികളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട്, ഒരു പൊട്ടിത്തെറി അവരുടെ ലൈഫിൽ. ചിലപ്പോൾ തേർഡ് പാർട്ടി ഉള്ള ഒരു ലൈഫിൽ തന്നെ ഉള്ളവരുടെ ഒരു ലൈഫിൽ തന്നെ ഒരു പൊട്ടിത്തെറി കാണുന്നുണ്ട്. ടവർ, ആ ഒരു പൊട്ടിത്തെറിയിലൂടെ ലൈഫ് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും എന്താ പറയാ, വേറെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെ ഒക്കെ വീട്ടിലാവാം, എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഉണ്ടാവാം. അതിലൂടെ ഒരു പക്ഷെ ചിലപ്പോൾ ഒരു എന്താ പറയാ, നിങ്ങളുടെ വ്യക്തി മറ്റേതെങ്കിലും തേർഡ് പാർട്ടിയിലൂടെ പോയിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി വരുന്നതാവാം. ചിലപ്പം നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ടാവാം. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കേട്ടോ. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വീണ്ടും റീയൂണിയൻ, സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള വീണ്ടും അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് സന്തോഷകരമായിട്ട് ജീവിതം തുടങ്ങിയവരൊക്കെ എനിക്കറിയാം. എൻ്റെ കൂടെ റീഡിങ്ങിന് എടുത്ത് വരുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആഗ്രഹിക്കുന്നവരുണ്ട്. തിരിച്ചെങ്ങനെയെങ്കിലും കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പോയ വ്യക്തി ചിലപ്പോ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടി പോയതാവാം. പക്ഷെ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് പേര് റീഡിങ് എടുത്തവരുണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത വ്യക്തികൾ അവർ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് കുട്ടികളെ ഓർത്ത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. കുട്ടികൾ അങ്ങനെ തിരിച്ചു വരേണ്ടവരുണ്ട്. അങ്ങനെ വന്നവർ വീണ്ടും സന്തോഷകരമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2024 നിങ്ങളുടെ ഒരു വ്യക്തി തിരിച്ചു വരും. തിരിച്ച് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോ എല്ലാവർക്കും പോട്ടെ എന്ന് വെക്കില്ല, പക്ഷെ ചിലർക്ക് അവര് തിരിച്ചു കൊണ്ടുവരണം തന്നെയുള്ളവരുണ്ട്. കാരണം കുട്ടികളൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് ചില വ്യക്തികളുടെ, ചിലവരുടെ. അതുകൊണ്ട് നിങ്ങൾ ആകെപ്പാടെ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബൗണ്ടറി, ഇപ്പൊ വിദേശത്തൊക്കെ പോയിരിക്കുന്ന ഹസ്ബൻഡ് ഒക്കെ ആവാം, നാട്ടിലൊരു വൈഫുണ്ട്. അപ്പൊ എന്തോ ഒരു സംശയം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് പഴയ പോലെ സ്നേഹം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പഴയ പോലെ വിളിക്കുന്നില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരൊരു ബൗണ്ടറി, നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നു. അപ്പം ആ പഴയ പോലുള്ള സ്നേഹമില്ല എന്നൊക്കെ ഉള്ളത് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാനായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ആരുടെയൊക്കെയോ ലൈഫിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. ഒരു തേർഡ് പാർട്ടി കാർഡ് എത്തിയിട്ടുണ്ട്. ആ ഒരു ബൗണ്ടറി നിങ്ങൾക്കിടയിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ബൗണ്ടറി ഉള്ള വ്യക്തികൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോ ചില വ്യക്തികൾ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി പെയിൻ അനുഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടി മൂലം. ഒരുപക്ഷെ തേർഡ് പാർട്ടി മൂലം ഏതോ ഒരു തേർഡ് പാർട്ടികൾ മൂലം നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം, നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പൊ കഴിഞ്ഞ ആ ഓർമ്മകളൊക്കെ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പെയിൻ അനുഭവിച്ച്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരുപാട് സ്വത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങളിപ്പോൾ വല്ലാത്തൊരു സ്റ്റേജിലായിരിക്കാം. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളെ നിങ്ങൾ ഇപ്പോഴും ഒരുപാട് പെയിൻ അനുഭവിച്ച് ഒറ്റപ്പെട്ട രീതിയിൽ ഒരു പക്ഷേ കിടക്കയിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ തന്നെ കഴിഞ്ഞു കൂടുന്നവരെ കാണുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞു കൂടുന്നവരെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. സ്വത്ത്, പണം, ബിസിനസ് അല്ലെ ജോലി എല്ലാം ഒരുപക്ഷെ നിങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയതാവാം, ആരെങ്കിലുമൊക്കെ ചതിച്ചതാവാം, ആരൊക്കെയോ നിങ്ങളെ ചീറ്റ് ചെയ്ത് അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥമായ ഒരവസ്ഥ, വല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളുമായിട്ട് വേദനിച്ച് നീറി കഴിയുന്നു. അല്ലെങ്കിൽ ബെഡിൽ തളർന്നു കിടക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അസുഖം ബാധിച്ച് ബെഡിലായി പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ ആ ഒരു അവസ്ഥ നിങ്ങളെ കിടക്കയിലാക്കിയിട്ടുണ്ടാവാം.
അവിടുന്ന് അങ്ങനെ നിങ്ങൾ ആ ചിന്തകളിൽ വിഷമിച്ച് ഒരു മുറിയിൽ ഒറ്റപ്പെട്ട് അല്ല അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ കഴിയുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. കഴിഞ്ഞ ഓർമ്മകളിലൂടെ പോയിരിക്കുന്ന വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പുതിയ തുടക്കമുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു റീബർത്ത് ഉണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഈ ഒരു സമയവും കടന്നു പോകും. കഴിഞ്ഞ വർഷങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിട്ടുള്ളതെങ്കിൽ അതേ രീതിയിലുള്ള റീഡിങ്ങുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള റീഡിങ്ങുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടു, നല്ല പ്രതാപത്തിലിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട് ചതിയിലൂടെ, മറ്റുള്ളവരുടെ ചതിയിലൂടെ, വഞ്ചനയുടെ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ബെഡിലായിരിക്കുന്ന, കിടക്കയിൽ എണീക്കാൻ പോലും അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി ചതിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന വ്യക്തികൾ കാണുന്നുണ്ട്. അവർക്ക് 2024 ഒരു പുതിയ വർഷമാണ്. അവരുടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടാൻ, നിങ്ങളുടെ ആ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ തിരിച്ചു നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു വർഷം തന്നെയാണ്. ഒരുപക്ഷെ എല്ലാം ചിലവർക്ക് നിങ്ങൾക്കെല്ലാം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നില്ലെങ്കിൽ പോലും അതിന് വേണ്ടുന്ന കുറെ കാര്യങ്ങളെങ്കിലും 2024 നിങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു മുറിക്കുള്ളിൽ ഇനി എങ്ങനെയെങ്കിലും ഒരു രക്ഷയുണ്ടോ, എന്താണ് ഇനി മരണം മാത്രമാണോ എന്നുള്ള ഒരു പ്രതീക്ഷ, എന്നൊരു ഇതിലിരിക്കുന്ന വ്യക്തികൾക്ക് 2024 ഒരു പ്രതീക്ഷ തരുന്ന ഒരു വർഷമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിലിരിക്കുക. എൻ്റെ ഈ വാക്കുകൾ തന്നെ നിങ്ങൾക്കൊരു പ്രതീക്ഷ തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ ഉയർത്തെഴുന്നേൽക്കും 2024. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളെങ്കിലും 2024 നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് നടന്നു തുടങ്ങാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുക. ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം ലൈഫാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരുപക്ഷെ നമ്മുടെ ലൈഫ് നമ്മളെ എല്ലാവരെയും വിശ്വസിക്കുന്നത് കൊണ്ടാവാം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിരിക്കുന്ന ഒരുപാട് പേര് റീഡിങ്ങുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതാണ്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്നതാണ്, ലൈഫിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൂടെ ഒരു പാഠം പഠിച്ചിട്ടു ആരെയൊക്കെ വിശ്വസിക്കണം, കൂടെ ചതിക്കുന്നവരെയൊക്കെ ആരൊക്കെ ചതിക്കും, ആരെയൊക്കെ വിശ്വസിക്കണം എന്നൊക്കെ മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ അതിനൊക്കെയായിട്ട് ദൈവം പുതിയതായിട്ടുള്ള ചില വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പുതിയ പുതിയ വ്യക്തികളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും എത്തിക്കും യൂണിവേഴ്സ്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാം. അപ്പൊ പഴയത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മോശം വരുത്തിയ വ്യക്തികളെ അവരെ ആ രീതിയിൽ കാണുക, വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരരുത്, വീണ്ടും തെറ്റ് ആവർത്തിക്കരുത്. അപ്പം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠവും കൂടെ പഠിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ആപത്തിൽ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതും കൂടിയാണ് യൂണിവേഴ്സ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു ലെസൺ തരുന്നതാണ്. അപ്പൊ ആ ഒരു ലെസൺ ആണെന്ന് മനസ്സിലാക്കി ഇനിയും നിങ്ങളുടെ ലൈഫ് ഞാൻ തളരില്ല, എന്നെ ആർക്കും തളർത്താൻ പറ്റില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ 2024 നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും കേട്ടോ. 2024 എൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷമാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ തിരിച്ചു വരിക കേട്ടോ എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നുണ്ട്. 2024 യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്, പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് വിദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും കേട്ടോ. ഒരു ലേഡീസ് ആയിട്ടുള്ള ഒരു വ്യക്തികളൊക്കെ ഒരു വളരെയധികം ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിൽ കാണുന്നുണ്ട്. ചില ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ലേഡീസ് ഒക്കെ സ്വന്തം കഴിവ് കൊണ്ട് വളരെയധികം ഉയർച്ചയിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ സിംഗിൾ മദർ ആവാം, ഹസ്ബൻഡ് ഉപേക്ഷിച്ചത് മരിച്ചതൊക്കെ ആവാം. അവര് സ്വന്തം കഴിവ് കൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇൻഡിപെൻഡന്റ് ആയി നിന്ന് അധ്വാനിച്ച് അവര് നല്ല നിലയിൽ ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ലേഡീസിനെ എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാല്, ജെൻസ് സാധാരണ ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടെങ്കിൽ ഭർത്താവ് ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കുടുംബം നല്ല രീതിയിൽ വേണ്ടതൊക്കെ ഉണ്ടാക്കും. അപ്പൊ ലേഡീസ് ആകുമ്പോഴത്തേക്കിനും അവര് അങ്ങനെ കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ നല്ല ലെവലിൽ എത്തുക എന്നുള്ളതൊക്കെ അപ്പം അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എനർജി പറഞ്ഞത്. ഹസ്ബൻഡ് മരിച്ചതോ വിഡോസ് ആയവരൊക്കെ മക്കളെ വളർത്താനായിട്ട്
വളർത്താൻ കഷ്ടപ്പെട്ട് അവർ നല്ല നിലയിൽ അവർ സ്വന്തം അധ്വാനം കൊണ്ട് എത്തി ഒരു ക്യൂൺ, അതായത് നല്ല റിച്ചായി മാറുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. തനിച്ച്, അതായത് അവർക്ക് ഹസ്ബൻഡിന്റെ സഹായമില്ലാതെ തനിച്ച്, ഹസ്ബൻഡ് ഇല്ലാത്ത ലേഡീസ് തനിച്ച് ഒരു ക്യൂണിന്റെ എനർജിയിൽ എത്തുന്ന ഏതൊക്കെയോ ലേഡീസ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള ലേഡീസ് ഒക്കെ എൻ്റെ അടുത്ത് ഒരു റീഡിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലേഡീസ് ഇപ്പോ ജോലി നഷ്ടപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ സാലറി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി വിഷമിക്കുന്ന, ഒരുപാട് രീതിയിൽ വിഷമിക്കുന്ന ലേഡീസ് ആയിട്ടുള്ളവരുണ്ട്. തനിച്ചായിരിക്കുന്ന ലേഡീസ്, തനിച്ച് തൊഴിയുന്ന ലേഡീസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു 2024 പ്രതീക്ഷയുടെ വർഷമാണ്. അവരൊരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക് എത്തേണ്ട ഒരു വർഷമായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കഴിവ് ഉപയോഗിച്ച് അവരുടെ നഷ്ടപ്പെട്ടതിനേക്ക് അവർക്ക് തിരിച്ചെടുക്കാം. അവരുടെ ലൈഫ് ഒരു ക്യൂൻ എനർജിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. ക്യൂൻ എനർജി, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക് കേട്ടോ. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് കേട്ടോ. നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും 2024 നല്ലൊരു വർഷം തന്നെയാണ്. ആദ്യം കിട്ടിയ കാർഡുകളെല്ലാം പോസിറ്റീവാണ്. രണ്ടാമത്തെ റീഡിങ്ങില് ചിലരുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പൊ ഇച്ചിരി മോശമാണെന്ന് വെച്ചാൽ ഒട്ടും പേടിക്കേണ്ടതില്ല. അതൊക്കെ 2024 എൻഡോടുകൂടി, അവസാനത്തോടുകൂടി നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എത്തിക്കാൻ കഴിയും. എല്ലാം ആദ്യം കിട്ടിയ കാർഡെല്ലാം നല്ല പോസിറ്റീവ് കാർഡ്സ് ആണ് കേട്ടോ. അപ്പോ എല്ലാത്തിനും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് അവയർനെസ്, പല കാര്യങ്ങളിലും അവയർനെസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്നുകൂടെ ക്ലിയർ ആക്കാനായിട്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒരു ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗൺ ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആക്കാൻ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ നല്ല നല്ല വ്യക്തികളായിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ടായാലും നിങ്ങൾക്ക് വേണ്ടുന്ന നല്ല നല്ല വ്യക്തികളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. നിങ്ങൾക്ക് നല്ല നല്ല വ്യക്തികളും സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു 2024 തീർച്ചയായിട്ടും, ഇപ്പം ഏതൊരവസ്ഥയാണെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട. 2024 എൻഡോടുകൂടി അല്ലെങ്കിൽ ഒരു പകുതി കഴിയുമ്പോഴൊക്കെ നിങ്ങളിൽ പലർക്കും എൻഡ് വളരെയധികം സന്തോഷകരമായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു വർഷമായിരിക്കും. തീർച്ചയായിട്ടും സന്തോഷകരമായി ആഗ്രഹിക്കുന്നതെല്ലാം അബണ്ടന്റ് തന്നെ, ആഗ്രഹിക്കുന്നതെല്ലാം ലൈഫിലേക്ക് വരുന്ന ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫായിരിക്കും. നല്ലൊരു ഫാമിലി ലൈഫ്, നല്ല ഐശ്വര്യം നിറഞ്ഞ, സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ നിറഞ്ഞ നല്ലൊരു ലൈഫ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കും. പഠിക്കാൻ പോകുന്നവർക്ക്, അത് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ആഗ്രഹിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. സാഡായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളെയൊക്കെ വിട്ടേക്കുക. കഴിഞ്ഞതെല്ലാം മറക്കുക. നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത് അതാണ് ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ മോശപ്പെട്ട അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ചാപ്റ്ററൊക്കെ വിട്ടേക്കുക. അപ്പോൾ ആരോടും പ്രതികാരവും ഒന്നും വേണ്ട. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ലൈഫിലൊരു ബാഡ് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് സങ്കടം വരുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് ഒരു നല്ലത് വരാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാലം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്താ പറയാ, എന്ത് വന്നാലും അതിനെ നല്ലതായിട്ട് എടുക്കുക എന്നുള്ളതാണ്. വന്നല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. വന്നത് വന്നു, അത് കഴിഞ്ഞു പോയി, ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല. അപ്പൊ വന്നത് വന്നു, അതിലൂടെ നമ്മുടെ ലൈഫ് അടുത്ത് ചേഞ്ച് ആയി, മറ്റൊരു ലെവലിലേക്ക് പോയി, ചേഞ്ച് ആയി നമ്മുടെ ലൈഫ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. സംഭവിച്ചൊക്കെ സംഭവിച്ചു, അത് സംഭവിക്കേണ്ട നേരത്തെ സംഭവിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഇനിയും സംഭവിക്കാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ ലൈഫിൽ സംഭവിച്ചതെങ്കിൽ ഇനി അത് സംഭവിക്കാതിരിക്കാൻ നോക്കുക. അതാണ് വേണ്ടത്. പിന്നെ നമ്മുടെ സമയം നല്ല സമയം അല്ലെങ്കിൽ സമയം നമുക്ക് ചേഞ്ച് ആയി വരും. നല്ല സമയവും ചീത്ത സമയമുണ്ട്. അപ്പൊ നല്ലതല്ലാത്ത സമയത്ത് അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ നമ്മൾ അതിനെ കാര്യമാക്കേണ്ടതില്ല. സമയം ചേഞ്ച് ആകുമ്പോൾ നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തവർക്ക് ഈ റീഡിംഗ് റെസിനേറ്റ് ആയിട്ടുള്ളവർ എടുക്കുക കേട്ടോ. എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആയിട്ടുള്ളവർ എടുക്കുക, അല്ലാത്തവർ ഇട്ടേക്കുക കേട്ടോ. റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൊടുക്കുക. പിന്നെ ഈ സെക്കൻഡ് പൈല് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പൈല് കണ്ടു നോക്കുക. അപ്പൊ 2 പേര് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ.
എൻ്റെ ഈ ഒരു പുതുവർഷത്തിൽ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.